അപ്രതീക്ഷിതമായി കടന്നുവരുന്നൊരു പ്രശ്നം കുടുംബത്തിന്റെ താളം തെറ്റിക്കുന്നത് എങ്ങനെയെന്നാണ് ഔസേപ്പിന്റെ ഒസ്യത്തിലൂടെ പറയുന്നത്. കരുത്തുറ്റ തിരക്കഥയും അഭിനേതാക്കളുടെ മികവാർന്ന പ്രകടനവും അതിഗംഭീരമാർന്ന മേക്കിംഗ് ശൈലിയും ഈ സിനിമയെ വേറിട്ടതാക്കുന്നു. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കുടുംബവും സഹോദരബന്ധങ്ങളും എന്നതിലുപരി മനുഷ്യൻ താനെന്ന സ്വാർത്ഥതയിലേക്കു എങ്ങനെ എത്തിപ്പെടുന്നുവെന്നും ഔസേപ്പിന്റെ ഒസ്യത്ത് നമുക്ക് കാണിച്ചു തരുന്നു. മലയോര മേഖലയിലെ കർഷകനായ ഔസേപ്പിന്റെയും ഒസ്യത്തിന്റെയും കഥ പറയുന്ന ചിത്രത്തിൽ ഔസേപ്പായി എത്തുന്നത് മലയാളികളുടെ പ്രിയതാരം വിജയരാഘവനാണ്. മൂത്തമകൻ മൈക്കിളായി ദിലീഷ് പോത്തനും രണ്ടാമത്തെ മകൻ ജോർജായി കലാഭവൻ ഷാജോണും ഇളയ മകനായി ഹേമന്ത് മേനോനുമാണ് അഭിനയിക്കുന്നത്. ഇടുക്കിയുടെ ഏലത്തോട്ടങ്ങളുടെ ഭംഗി നമുക്ക് മുൻപിൽ വെള്ളിത്തിരയിലൂടെ പലതവണ എത്തിയിട്ടുണ്ടെങ്കിലും തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ് ഔസേപ്പിന്റെ ഒസ്യത്തിലൂടെ ലഭിക്കുന്നത്. ഒസ്യത്തെന്നാൽ മരണശേഷം സ്വത്തുക്കൾ ആർക്കെന്നു തീരുമാനിക്കുന്ന വിൽപത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ രഹസ്യമായി എഴുതിവയ്ക്കുന്ന ആ അവകാശ പത്രത്തിലേക്കു എത്തിപ്പെടുന്ന മക്കളുടെ കഥയാണ് ഔസേപ്പിന്റെ ഒസ്യത്ത്. മികച്ച തിരക്കഥയ്ക്കൊപ്പം കഴിവു തെളിയിച്ച അഭിനേതാക്കളും കൂടി ചേർന്നതോടെ ഔസേപ്പും മക്കളും ഒന്നിനൊന്നു മികച്ചതായിരുന്നു. അച്ഛൻ കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിക്കുന്ന വിജയരാഘവന്റെ കിഷ്കിന്ധാകാണ്ഡത്തിനു ശേഷം മികച്ച മറ്റൊരു അച്ഛൻ കഥാപാത്രമാണ് ഔസേപ്പെന്നു പറയാം. ദിലീഷ് പോത്തനും കലാഭവൻ ഷാജോണും സഹോദരന്മാരുടെ കഥാപാത്രങ്ങൾ മികച്ചതാക്കിയപ്പോൾ ഇളയ അനുജനായി ഹേമന്തും ഒട്ടും പിന്നിൽ നിന്നില്ല. കനികുസൃതി പോലീസ് ഇൻസ്പെക്ടറായിട്ടെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ആട്ടം, രേഖാചിത്രം തുടങ്ങിയ സിനിമകളിലൂടെ വെള്ളിത്തിരയിലേക്കെത്തിയ സെറിൻ ഷിഹാബാണ് മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലെന, അഞ്ജലികൃഷ്ണ, ജോജി മുണ്ടക്കയം തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. നവാഗതനായ ഫസൽ ഹസനാൻ ചിത്രത്തിനായി തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായ എഴുത്തിൽ പ്രേക്ഷകനെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് സിനിമയുടെ രചന. ഏലക്കാടുകളുടെ വന്യതയും ഹൈറേഞ്ചിന്റെയും അരവിന്ദ് കണ്ണാബിരന്റെ ക്യാമറയിലൂടെയാണ് പകർത്തിയിരിക്കുന്നത്. അജിത് കുമാർ എഡിറ്റിംഗും നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീതം സുമേഷ് പരമേശ്വറാണ്. ഹൈറേഞ്ചിന്റെ രാത്രിയാമങ്ങളെ പശ്ചാത്തല സംഗീതത്തിലൂടെ മികച്ചതാക്കിയിരിക്കുന്നത് അക്ഷയ മേനോനാണ്. മെയ്ഗൂർ ഫിലിംസിന്റെ ബാനറിൽ എഡ്വേർഡ് അന്തോണിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. കുടുംബ പ്രേക്ഷകരെ ഉൾപ്പെടെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ചിത്രം മനോഹരമായ ദൃശ്യാനുഭവമാകും പ്രേക്ഷകനു സമ്മാനിക്കുക. എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.